ഞാനൊരു ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഞാനും ഡീക്കനും കൂടി കുടുംബസമ്മേളന യൂണിറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ടാറിട്ട് റോഡിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ കുറേ പിള്ളേർ അകലെ നിന്ന് കാണുന്നുണ്ട്, ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൈക്ക് അതിൻ്റെ അടുത്തെത്താറായപ്പോൾ ഒരു 3-ോ 4-ലോ പഠിക്കുന്ന ഒരു ആൺകുട്ടി ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, ഹായ് ബ്രോ. എനിക്ക് ഭയങ്കര അതിശയം തോന്നി. ഞാൻ ഡീക്കനോട് പറഞ്ഞ് കുട്ടികൾ വിളിക്കണേണ്ട, ഉടുപ്പിട്ട് നമ്മൾ പോകുമ്പോൾ കുട്ടികൾ വളരെ ഫ്രീഡത്തോടെ നമ്മൾ വിളിക്കുകയാണ് ഹായ് ബ്രോ. ഈ ക്രിസ്മസിൽ സ്കൂൾ അടയ്ക്കുന്ന ദിവസങ്ങളൊക്കെ സെലിബ്രേഷനാണ്. കാറ്റീസം ക്ലാസ്സിൽ സെലിബ്രേഷനാണ്. എന്തിനെന്നറിയോ? ക്രിസ്മസിൻ്റെയും ഒപ്പം തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കാൻ നമ്മൾ സമ്മാനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഈ സ്കൂൾ അടച്ച ദിവസങ്ങളിൽ ഈ ഞായറാഴ്ചയിലൊക്കെ കാറ്റീസം ക്ലാസ്സിലും സ്കൂളിലൊക്കെ ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുത്തു. പിതാവായ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം ഉണ്ണീശോയാണെങ്കിൽ ഈ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ നമ്മൾ കൊടുക്കുന്ന യൂണിറ്റുകളിലുണ്ട്, കാറ്റീസം ക്ലാസ്സിലുണ്ട്, സ്കൂളുകളിലുണ്ട്, ഓഫീസുകളിലും പലയിടത്തെ ക്രിസ്മസ് സമ്മാനങ്ങൾ, ക്രിസ്മസ് ഫ്രണ്ടിന് സമ്മാനമൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മുടെ നന്മയുള്ള ജീവിതവും നമ്മുടെ നന്മയുള്ള കൊച്ചു കൊച്ചു വാക്കുകളും അതിനേക്കാളും അപ്പുറത്ത് വലിയൊരു സമ്മാനമില്ല. സാധാരണ ആളുകൾ പറയും, ഒരു മുട്ടുസൂചി കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുന്ന ആളുടെ ആ മനസ്സും ആ കൊടുക്കാനുള്ള വലിപ്പമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനമെന്ന്. ഈ പ്രാവശ്യം നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ നമ്മുടെ നന്മയുള്ള ജീവിതവും നമ്മുടെ നന്മയുള്ള വാക്കുകളൊക്കെ ഒരു സമ്മാനമായി കൊടുക്കാം. നമ്മളെക്കാളും വലിയ ഒരു സമ്മാനമില്ല നമ്മുടെ കുടുംബത്തിന് കൊടുക്കാൻ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ. ക്രിസ്മസ് ഫ്രണ്ട്, എല്ലാവരും നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടാണ്. ആ ക്രിസ്മസ് ഫ്രണ്ടിന് നമ്മുടെ നന്മയുള്ള മനസ്സും നമ്മുടെ നന്മയുള്ള ജീവിതങ്ങളിലെ നന്മകളും പരസ്പരം സമ്മാനിക്കാം. ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ.